ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു ബൾബ് കൊണ്ടൊരു ആർട്ടാണ്. ചെറിയൊരു പൂച്ചേനെയാണ് ചെയ്യുന്നത്, കിറ്റൺ ചെയ്യാണ്. വളരെ സിമ്പിളാണ്. ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്ത് അതിൻ്റെ മുകളിൽ കൂടെ പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ. ഇപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും ടിഷ്യൂ പേപ്പർ വെച്ച് ചെയ്യാൻ വളരെ എളുപ്പമുണ്ട്. അതുപോലെ ഫെവിക്കോൾ മാത്രം യൂസ് ചെയ്താൽ മതി. ഫെവിക്കോളും കൂടി യൂസ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഷേപ്പ് ഈ ഒരു ബൾബിലായാലും നമുക്ക് കിട്ടും. ഇതുപോലെ LED ബൾബ് കുറച്ചും കൂടി എളുപ്പത്തിൽ ഞാൻ പെട്ടെന്ന് ചെയ്തതാണ്. അതുകൊണ്ട് കുറച്ചൊരു പെർഫെക്ഷൻ കുറഞ്ഞോന്ന് എനിക്കൊരു ഡൗട്ട് തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് നല്ലതുപോലെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഒറിജിനാലിറ്റിയോടുകൂടി നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ചെയ്തപ്പോൾ എന്തോ ഒരു ഒറിജിനാലിറ്റി കുറവായിട്ട് എനിക്ക് തോന്നി. അതൊരു സ്പീഡായിട്ട് ഞാൻ ചെയ്തുകൊണ്ടാണ്. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ടതായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമുക്കത് കവർ ചെയ്യും. ഇപ്പോൾ ഒരു ക്യാറ്റിൻ്റെ ഷേപ്പ് ഇപ്പം നമുക്ക് വരയ്ക്കാൻ അറിയാമെങ്കിലും ആ ഒരു രൂപം നമ്മുടെ മനസ്സിൽ കാണൂല. അതൊരു ചെറുതായിട്ടൊരു ഔട്ട്ലൈൻ ഇട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ നമ്മളെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ബാക്കി മറ്റുള്ളവർ ആരും ഇത് ചെയ്താലും എളുപ്പത്തിൽ നമുക്കത് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ബാക്ക് ഉരുണ്ടിരിക്കും, ഫ്രണ്ട് തലയും ഒരു ഉരുണ്ട രീതിയിലാക്കി എടുക്കാനൊരു പരിശ്രമമാണ് ഇത് ചെയ്യുന്നത്. ബാക്കിൽ ഏതായാലും റൗണ്ട് ഷേപ്പുണ്ട്, അത് കവർ ചെയ്ത് കഴിഞ്ഞ് ആ ഫ്രണ്ടിലോട്ടും കൂടി ഞാനത് കവർ ചെയ്യാനായിട്ട് ഒരു 2-3 റോളായിട്ട് ഇതുപോലെ ചുറ്റി അത് ഫെവിക്കോൾ വെച്ച് മാത്രം ചുരുട്ടിയെടുക്കുകയാണ് ചെയ്തത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇത് വെച്ച് റാറ്റായി, അതുപോലെ തന്നെ നമുക്ക് റാബിറ്റും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഏത് ഷേപ്പ് നമുക്കിപ്പോൾ ഇത് ചെയ്തെടുക്കാം, അനായാസേന ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ഇരിക്കുന്ന ഒരു പൊസിഷനിലുള്ള ഏത് ആനിമൽസിൻ്റെ ആയാലും ഏത് ബേർഡ് ആയാലും നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ LED ബൾബുകൾ നമുക്ക് യൂസ്ഫുള്ളായിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ശേഖരിച്ച് വെച്ച് നമുക്ക് ഓരോരോ ഐറ്റംസായിട്ട് ഇതുപോലെ ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഡെക്കറേഷൻ ആർട്ടായിട്ട് ചെയ്ത് നമ്മുടെ വീടുകളിൽ അത് ഷോക്കേസുകളിൽ നമ്മളായിട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേകത തന്നെയുണ്ട്. അപ്പം ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്ത് അതിൻ്റെ ഹെഡ് പോർഷൻ കുറച്ച് റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് ആ ഒരു ചരിഞ്ഞിരിക്കുന്ന ഭാഗത്തിൽ നിന്ന് കുറച്ച് ഒരു 2, 3, 4, 5 ഇതുപോലെ ടിഷ്യൂ പേപ്പർ റൗണ്ട് ചെയ്ത് റൗണ്ടാക്കി എടുത്ത് അതുപോലെ തന്നെ വാലിനും ചുരുട്ടി വെക്കുകയാണ്. അതുപോലെ തന്നെ 2 ചെവിക്കും ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ചുരുട്ടിയെടുക്കാന്ന് വെച്ചാൽ നീളത്തിൽ കട്ട് ചെയ്ത് അതിനെ ഡെയിലി കാണിക്കുന്നവർക്ക് ചുരുട്ടി നീളത്തിലാക്കി അതും അവിടെ സ്റ്റിക്ക് ഫെവിക്കോൾ എല്ലാം ഫെവിക്കോളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഫെവി ബോണ്ടിൻ്റെ ഉപയോഗമേ നമുക്കില്ല, ഫെവി ബോണ്ടിൻ്റെ ആവശ്യം വരുന്നില്ല. വളരെ സോഫ്റ്റായിട്ടുള്ള ഇതായതുകൊണ്ട് 2 ചെവിയുമാക്കി നമ്മളതിന് അതുപോലെ തന്നെ വാലും 2 കാലിന് വേണ്ടിയിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് അത് വെറുതെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഫെവിക്കോൾ വെച്ച്. ഇതുപോലെ ബ്രഷ് ഇട്ട് അത് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഇതിവിടെ ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാനായിട്ട് ബ്ലാക്ക് യൂസ് ചെയ്തതേ ഉള്ളൂ. നമുക്ക് സാവകാശം വേണമെങ്കിൽ ഗ്രേ കളറോ അല്ലെങ്കിൽ പിന്നെ ഒക്കർ കളറോ അല്ലെങ്കിൽ ക്രീം കളറോ ഏതെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പം പെട്ടെന്ന് ചെയ്ത് ഒരുപാട് സമയം വൈകിയതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അതിൻ്റേതായ ഒരു പെർഫെക്ഷൻ കുറവ് എനിക്ക് തന്നെ തോന്നി. പക്ഷെ നമുക്കിത് ഒരു സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും നമ്മൾ എടുത്ത് കളയുന്ന ഒരു ഈ ബൾബിൽ നിന്നും. അത് തന്നെ ഇത് കണ്ണിന് ഞാനിത് ഗ്ലിറ്റേർഡിൻ്റെ ബ്ലൂ കളർ യൂസ് ചെയ്തിരിക്കുകയാണ്. കണ്ണായിട്ട് സെപ്പറേറ്റ് വാങ്ങിക്കാനും കിട്ടും, അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ സിമ്പിളായിട്ട് അതിൻ്റെ അകത്ത് ഈ ചെവിയുടെ അകത്ത് നമ്മൾ ചെറിയ പിങ്ക് കളർ കൊടുത്ത് ആ ഒരു മൂക്കും ഒരു വായും നമ്മൾ ലൈൻ ഇട്ടെടുക്കുകയാണ്. ഇതുപോലെ വളരെ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക് അനായാസേന ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്.